തസ്മാതുത്തിഷ്ഠ എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീമദ് സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. ആധ്യാത്മിക പ്രഭാഷണം പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള ഭാഷണം എന്നാണ്. ആത്മാനം അധികൃത്യ, ഇതാണ് ആധ്യാത്മിക. ആത്മാവിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഉപനിഷത്ത് ആഹ്വാനം ചെയ്യുന്നത് ആത്മാവിനെ കുറിച്ച് കാണൂ, കേൾക്കൂ, ചിന്തിക്കൂ, മനനം ചെയ്യൂ, ധ്യാനിക്കൂ എന്നൊക്കെയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. നാം എന്ത് കാര്യത്തെ സംബന്ധിച്ചായാലും
അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് അന്വേഷിക്കും. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സമീപനമാണത്. ചില കാര്യങ്ങളിലെങ്കിലും ആവേശം കൊണ്ട് മാത്രം നാം ആകൃഷ്ടരായി പോകാറുണ്ട്. അവിടെ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന് അന്വേഷിക്കാൻ മറന്നുപോകും. ആത്മീയ വിഷയത്തിൽ സൗഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ആത്മാവാ അരേ ദ്രഷ്ടവ്യ ശ്രോതവ്യ മന്തവ്യ. ആത്മാവിനെ കാണൂ, ദർശിക്കൂ, കേൾക്കൂ, മനനം ചെയ്യൂ. ചോദിക്കുന്നു, അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഉപനിഷത്ത് പറഞ്ഞിട്ടുള്ള ഉത്തരം ഇതാണ്: തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത്, ആത്മാവിനെ അറിയുന്ന ആൾ, നോവർ ഓഫ് ദി സെൽഫ്. ശോകം തരതി, ശോകത്തെ, ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം, സങ്കടം. ആത്മതത്വം അറിയുന്ന ആൾ എല്ലാ സങ്കടങ്ങളെയും എന്നേക്കുമായി അതിക്രമിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ഉപനിഷത്തിൽ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ ക്ഷണപത്രത്തെ, ഈ ആഹ്വാനത്തെ, ഈ നിമന്ത്രണത്തെ നാം എല്ലാവരും വളരെ ഗൗരവപൂർവം സ്വീകരിക്കണം, പ്രയോജനപ്പെടുത്തണം. ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ. ജാഗ്രത, ഉണരൂ. വരാൻ പ്രാപ്യ, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ സമീപിച്ച് നിബോധത, അറിഞ്ഞാലും. അറിയേണ്ട വിഷയം എന്താണ്? സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ചയദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന ആഹ്വാനം പ്രസിദ്ധമായ കഠോപനിഷത്തിലുള്ളതാണ്. കഠോപനിഷത്തിൽ ആചാര്യശ്രേഷ്ഠൻ സാക്ഷാൽ യമ മഹാരാജാവാണ്. മരണത്തിൻ്റെ അധിദേവതയായിട്ടുള്ള യമനാണ്. ശിഷ്യനാകട്ടെ സന്തം അപ്രാപ്ത ജനനശക്തിം ബാലം, പ്രത്യുത്പാദന ശേഷിയൊന്നും വന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരു ബാലകനാണ് ശിഷ്യൻ. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നത് പ്രഥമ വയസ്കം. വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നത് 7 വയസ്സുണ്ടാവാം ആദ്യ പാദം. അങ്ങനെയുള്ള ബാലകൻ, ആ ബാലകനാണ് ശിഷ്യൻ. ശിഷ്യനോട് എന്തിനെക്കുറിച്ച് അറിയണം പറയുന്നു? സകല വേദങ്ങളും എന്തിനെയാണോ പുകഴ്ത്തുന്നത്, സകല തപസ്സുകളും, വിവിധ പ്രകാരത്തിലുള്ള തപസ്സുകൾ ആളുകൾ എന്തിനു വേണ്ടിയാണോ നിർവഹിച്ചു പോരുന്നത്, ബ്രഹ്മചര്യാദി വ്രതങ്ങളെ, ഗുരുശുശ്രൂഷാദി അനുഷ്ഠാനങ്ങളെ യാതൊന്നിനു വേണ്ടി നിർവഹിച്ചു പോരുന്നുവോ, തത്തേ പദം സംഗ്രഹേണ ബ്രവീമി, അതിനെക്കുറിച്ച് ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം. അത് ഓം ആകുന്നു. ഇതാണ് കഠോപനിഷത്തിലെ ഉപദേശം. ഈ ഓം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രസിദ്ധമായ ഉപനിഷത്ത് ലഭ്യമായിട്ടുണ്ട്. അത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഈ ഓമിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. അത് ആത്മതത്വത്തെയാണ്
വിശദീകരിക്കുന്നത്. അയം ആത്മാ ബ്രഹ്മ. ആത്മാവ് ബ്രഹ്മമാണ്. ആത്മാ എന്ന പ്രയോഗം നമുക്കൊക്കെ സുപരിചിതമാണ്. ജീവാത്മാ എന്ന് പറഞ്ഞാൽ സുവ്യക്തമായി. ജീവാത്മാ അഥവാ ആത്മാ ഇത് ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അന്നിലയിലുള്ളൊരു സാമാന്യ ബോധ്യം ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഉണ്ടാവും. അത് നല്ല ഒരു ആരംഭമാണ്, സംശയമില്ലേ? ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായി പരിലസിക്കുന്ന, പരിശോഭിക്കുന്ന ചൈതന്യമാണ് ആത്മാ. ഈ ആത്മാവിനെ കുറിച്ച് ഓംകാരത്തെ വിശകലനം ചെയ്തുകൊണ്ട്, വിശദീകരിച്ചുകൊണ്ട് മാണ്ഡൂക്യോപനിഷത്ത് പറഞ്ഞു തരുന്നു, അയം ആത്മാ. ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നിലെ ആഴത്തിലുള്ള സത്തയെ ഗൗരവപൂർവം പരിഗണിച്ചോളണം. എൻ്റെ ഈ ശരീരത്തിന്, ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്കൊക്കെ അതീതമായി അനുഭവങ്ങളെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ ഉപാധികളെയൊക്കെ, ഫാനിനെ എങ്ങനെയാണോ വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്നത്, ലൈറ്റുകളെയൊക്കെ എങ്ങനെയാണോ വൈദ്യുതി പ്രകാശിപ്പിക്കുന്നത്, ബൾബുകളെയൊക്കെ എങ്ങനെയാണോ വൈദ്യുതി പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന തത്വം, ആ ചൈതന്യം, ആത്മാവ്. ഉപനിഷത്ത് പറയുന്നു, അയമാത്മാ ബ്രഹ്മ. ബ്രഹ്മശബ്ദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത്പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. യാതൊന്നിൽ നിന്ന് സകലമാന പ്രപഞ്ചവും ആവിർഭൂതമായി വന്നുവോ, യാതൊന്നിനെ ആശ്രയിച്ച് എല്ലാം നിലനിൽക്കുന്നുവോ, ആത്യന്തികമായി യാതൊന്നിലേക്ക് എല്ലാം വിലയിക്കുന്നുവോ, അത് ബ്രഹ്മം. വെറുതെയല്ല ഉപനിഷത്ത് പറഞ്ഞത്, തരതി ശോകം ആത്മവിത്ത്. ആത്മാവിനെ അറിയുന്നവർ ദുഃഖത്തെ അതിക്രമിക്കുന്നവരാകുന്നു. കാരണം ആത്മാവിനെ അറിയുന്നവർ ബ്രഹ്മത്തെയാണ് അറിയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായി, കാരണമായി, വിലയനസ്ഥാനമായി പരിലസിക്കുന്ന തത്വം. എനിക്കെന്നെക്കുറിച്ച് ഇപ്പോൾ പ്രബലമായിട്ടുള്ള തോന്നൽ ഞാൻ വളരെ നിസ്സാരനാണ്, നിസ്സഹായയാണ്, നിസ്സാരയാണ് എന്നൊക്കെയാണ്. പക്ഷെ ഉപനിഷത്ത് ആ ആത്മാവിനെക്കുറിച്ച്, എന്നിലെ ജീവാത്മ തത്വത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു, അതിന് യാതൊരു പരിമിതികളുമില്ല. അവധിയറ്റ, അതിരറ്റ ചൈതന്യമാണ്, കാരണതത്വമാണ്. പ്രപഞ്ച ഉത്പത്തി സ്ഥിതി വിലയനങ്ങൾക്ക് സാരവത്തായി പരിലസിക്കുന്ന തത്വമാണ് ആത്മാവ്. അതറിയുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ഭയങ്ങൾക്ക്, പരിഭ്രമങ്ങൾക്ക്, വ്യാകുലതകൾക്ക് ഒന്നും സ്ഥാനം ഉണ്ടാവില്ല. ഇതറിഞ്ഞവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ.
സ്വാനുഭൂതി സമ്പന്നന്മാരായ ഋഷീശ്വരന്മാർ അവരുടെ ആ അറിവിനെയാണ് വേദങ്ങളിലൂടെ വിശേഷിച്ചും ഉപനിഷത്തുക്കളിലൂടെ പ്രതിപാദിച്ച് തരുന്നത്. ഈ ആത്മാവിനെ കുറിച്ച് അറിയാനാണ് ഉപനിഷത്ത് ആഹ്വാനം ചെയ്യുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഈ ആഹ്വാനം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും ഉത്സാഹമുണ്ടാവട്ടെ എന്നാണ് തസ്മാത് ഉത്തിഷ്ഠ എന്ന ഭാഷണ വിഷയത്തിൽ ആമുഖമായി ആശംസിക്കാനുള്ളത്. എനിക്ക് ദുഃഖങ്ങളുണ്ടോ? അതിന് പരിഹാരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് അവന് ഏത് ചുറ്റുപാടിനോടും പെട്ടെന്ന് ഇണങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ പറയും. ഇത് വാസ്തവത്തിൽ ഒരു സാധ്യതയാണ്. അതേസമയം ഇത് വളരെ അപകടകരമായ ഒരു കാര്യവും കൂടിയാണ്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് പറയട്ടെ. സാധ്യതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൊറോണ എന്ന മഹാമാരി, COVID-19, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചു. അനിയന്ത്രിതമായി വ്യാപിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തു ചെയ്യും? പെട്ടെന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അതുമായിട്ട് നമ്മൾ ഇണങ്ങി. ആ ഒരു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വന്നു ചേരുന്നത് അതിനോടനുസരിച്ച് ഇണങ്ങാനുള്ള ഒരു ശേഷി മനുഷ്യനുള്ളത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു അപകടകരമായ അവസ്ഥ എന്താന്ന് വെച്ചാൽ, സ്വന്തം സാധ്യതകളിലേക്ക് പരിസരങ്ങളിൽ ലഭ്യമാവുന്ന അവസരങ്ങളിലേക്കും സാധ്യതകളിലേക്കും സർഗശേഷികളിലേക്കും 100,000 പ്രകാരത്തിലുള്ള കഴിവുകളിലേക്കും നാം ഉറങ്ങിപ്പോകും എന്നതാണ് അപകടകരമായ അവസ്ഥ. അതും അഡാപ്റ്റബിലിറ്റിയും തമ്മിൽ എന്താ ബന്ധം? ഇണങ്ങിച്ചേരാനുള്ള സാമർഥ്യവും അതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ, നമുക്ക് വന്നു ചേരുന്ന പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊന്നും മാറ്റാൻ നിർവാഹമില്ല എന്ന് സ്വീകരിച്ചു കളയുന്നു. ഈ ഒരു സന്ധി ചെയ്യൽ, കോംപ്രമൈസ് ചെയ്യൽ, മറ്റൊരു വ്യാപകമായ പ്രയോഗം വിട്ടുവീഴ്ച എന്നുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്നും പറയും. ഈ പ്രയോഗങ്ങളൊന്നും ആരോഗ്യകരമാണ് എന്ന് സ്വാമിക്ക് അഭിപ്രായമില്ല. അനാരോഗ്യകരങ്ങളായ പ്രയോഗങ്ങളാണ്. കുടുംബ ജീവിതത്തിലേക്ക്, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ദയവ് ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന നിർദ്ദേശം നൽകരുത്. കഴിയുന്നത്ര വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എന്നല്ല അവരോട് പറയേണ്ടത്. പരിസരങ്ങളോട് പെട്ടെന്ന് ഇണങ്ങി ഇനി ഇങ്ങനെയൊക്കെ ആവട്ടെ എന്ന് തീരുമാനിക്കരുത്. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന സമയത്ത് നാം നമ്മുടെ സാധ്യതകളുടെ നേരെ, നമ്മിലെ 100,000 സർഗശേഷികൾക്ക് നേരെ, ഒട്ടനവധി അവസരങ്ങൾക്ക് നേരെ കണ്ണടച്ചു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് തസ്മാത് ഉത്തിഷ്ഠ
അതുകൊണ്ട് എഴുന്നേറ്റാലും ഈ പറഞ്ഞു തരുന്ന അഥവാ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു ചിന്ത നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കണ്ണുകളിൽ നോക്കി പറയാൻ തോന്നുന്ന കാര്യങ്ങളാണ് എല്ലാവരോടുമായിട്ട് പറയുന്നത് എന്ന കാര്യം വ്യക്തമാക്കട്ടെ. ഉദ്ദേശിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ മുന്നിലിരുന്ന് നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നത് പോലെ ഇത് കേൾക്കണം. ആ നിലയിൽ ദയവേ ഇത് ആലോചിക്കണേ. ജീവിതം എന്ന് പറയുമ്പോൾ ഇതൊരു പൊതു പ്രസ്താവനയാണ്. പല സങ്കടങ്ങളും ഭയങ്ങളും ആശങ്കകളും പരിഭ്രമങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ആളുകൾ വന്നിരിക്കുന്ന സമയത്ത് പറയൂ എന്നാവശ്യപ്പെടുമ്പോൾ അവർ ആരംഭിക്കുക, അല്ല അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടല്ല. വീട്ടിലൊരു സ്വൈരം ഇല്ല സ്വാമി. പിന്നെ ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ അങ്ങനെ തന്നെയൊക്കെ ആണല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അപകടകരമായ ഇണങ്ങിച്ചേരലുകൾ. എന്തിനങ്ങനെ ഇണങ്ങിച്ചേരണം? എല്ലാറ്റിനോടും പൊട്ടിത്തെറിച്ച് ഉള്ള സ്വൈരവും കളയുന്ന, സ്വൈരക്കേട് മാത്രം സൃഷ്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നിർദ്ദേശിക്കുന്നതെന്ന് കരുതരുതേ. കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ, പഠിച്ചറിയാൻ നമുക്ക് ശേഷിയുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ത് എന്നാലോചിക്കാൻ നമുക്ക് കഴിവുണ്ട്. പരിഹാരം ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് ഉചിതമായ രീതിയിൽ വിവേകപൂർവം ആലോചിച്ച് വേണം നിർവഹിക്കാൻ. വൈകാരികമായ ഇമോഷണലായിട്ടുള്ള പൊട്ടിത്തെറികൾ ഗുണം ചെയ്യില്ല, സംശയമില്ല. പക്ഷെ വിവേകപൂർവം ചിന്തിക്കാൻ, സാവകാശമെടുത്ത് ആലോചിക്കാൻ, പ്രശ്നങ്ങളെ സമഗ്രമായി അപഗ്രഥിക്കാൻ, വിവിധ വശങ്ങളെ വിശകലനം ചെയ്യാൻ, പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അത്തരം സാധ്യതകളിലേക്ക് ഉണരാൻ ഓരോരുത്തരും തീരുമാനിക്കണമേ എന്നതാണ് രണ്ടാമത് നിർദ്ദേശിക്കാനുള്ളത്. ഒന്നാമത്തെ നിർദ്ദേശം ആവർത്തിക്കട്ടെ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന ആഹ്വാനത്തോട് എഴുന്നേൽക്കാൻ, ഉണരാൻ, ആചാര്യന്മാരിൽ നിന്നും പാഠങ്ങൾ ഗ്രഹിക്കാൻ, ആത്മാവിൻ്റെ മഹത്വം അറിയാൻ എല്ലാവർക്കും ഉത്സാഹമുണ്ടാവട്ടെ. ഇതാണ് ഒന്നാമത് താല്പര്യപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, കോംപ്രമൈസ് ചെയ്യുന്ന, സന്ധി ചെയ്യുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന സാമാന്യ പ്രവണതകളെ നിയന്ത്രിക്കണം. അത് നമ്മിലെ സാധ്യതകൾക്ക് നേരെയുള്ള ഉറക്കമാണ്. അത് അവസരങ്ങൾക്ക് നേരെയുള്ള മയക്കമാണ്. നമ്മിലെ ബഹുപ്രകാരത്തിലുള്ള സർഗസാധ്യതകളോടുള്ള, ക്രിയേറ്റിവിറ്റിയോടുള്ള അനീതിയാണ്. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളതാണ് ഇതാണ്. ദയവേത് സന്ധി ചെയ്യരുതേ. അഡാപ്റ്റബിലിറ്റി ആവശ്യമായിരിക്കും, പക്ഷേ അതിൻ്റെ പിറകിൽ വേണ്ടത്ര വിചാരമുണ്ടാകട്ടെ. വിവേകാധിഷ്ഠിതമായ വിചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു വഴി കാണുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമുക്ക് അഡാപ്റ്റബിലിറ്റി ആവാം, പരിസരത്തോട് ഇണങ്ങാം.
പരിസരത്തോട് നിരന്തരം സമരം ചെയ്യണമെന്നല്ല സ്വാമിയുടെ ആഹ്വാനം. അങ്ങനെയാണ് ചിലർ പറയുക. ജീവിതം എന്നത് ഒരു യുദ്ധമാണ്, ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് ജീവിത സമരം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഭംഗിയായി അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നതോടെ അവസരത്തിനൊത്ത് ഉയരാൻ നമുക്ക് സാധിക്കും. നമുക്ക് മുന്നിൽ വിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വാസ്തവത്തിൽ നമ്മിലെ സാധ്യതകൾക്കുള്ള ക്ഷണപത്രങ്ങളാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, പ്രോബ്ലംസ് ആൻഡ് ക്രൈസിസ് മുന്നിൽ വരുന്ന സമയത്ത് ഇതിന് അനുഗുണമായ, ഈ പ്രശ്നത്തെ അതിക്രമിക്കാൻ, ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അനുഗുണമായ ഏതൊരു സർഗശേഷിയാണ്, കഴിവാണ് എന്നിലുള്ളത് എന്ന് ആലോചിക്കാൻ എനിക്ക് സാധിക്കണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ജീവിതത്തെ ഒരു നിരന്തര സമരമാക്കാൻ, ഒരു പോരാട്ടമാക്കാനുള്ള ആഹ്വാനമല്ല. ദയവേത് അങ്ങനെ ധരിക്കരുതേ. സമരസതയെക്കുറിച്ചാണ്. അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, പലരും കണ്ടിട്ടുണ്ടാവും. ദൃശ്യമാധ്യമങ്ങളിലൂടെ നിശ്ചയമായിട്ടും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുടമാറ്റം ഒരു വശത്ത് നിന്ന് ഒരു പ്രത്യേക കളറിലുള്ള ഒരു കുടയെടുത്ത് കാണിക്കുന്നു. ആ സമയത്ത് മറുവശം അതിനനുസരിച്ച് വേറൊരു കളറ് കാണിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ. അപ്പോൾ തൃശ്ശൂർ പൂരം ആസ്വദിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ മറുവശത്തേക്ക് നോക്കുക, എന്താ അവിടെ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു കുടമാറ്റം പരിസരം നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ച് അവസരത്തിനൊത്ത് ഉയർന്ന് വളർന്ന് നമുക്ക് നമ്മുടേതായ, അതിനോട് ഇണങ്ങുന്ന, തദനുസൃതമായ ഒരു സർഗശേഷിയെ പ്രകാശിപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വാസ്തവത്തിൽ അവസരങ്ങളാണ്, നമ്മിലെ സാധ്യതകളെ പുറത്തു കൊണ്ടുവരാനുള്ള ആഹ്വാനങ്ങളാണ് നൽകുന്നത്, ക്ഷണപത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് അങ്ങോട്ട് ഇണങ്ങി ഇത് തന്നെ വിധി എന്ന് സ്വീകരിക്കാതിരിക്കും. വിധിക്ക് അധീനരായി കഴിയുക എന്ന ദൗർഭാഗ്യമല്ല മനുഷ്യ ജീവിതം. വിധിക്ക് വിധേയമായി ജീവിച്ച് തുലച്ചു കളയാൻ ലഭിച്ചതല്ല നമ്മുടെ ജീവിതം. വിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇച്ഛാശക്തി കൊണ്ട്, ജ്ഞാനശക്തി കൊണ്ട്, ക്രിയാശക്തി കൊണ്ട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും അതിനപ്പുറത്തേക്ക് വളരാനുമുള്ള അവസരമാണ് ഒരുക്കി തരുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ. തസ്മാത് ഉത്തിഷ്ഠ, അതുകൊണ്ട് എഴുന്നേൽക്കൂ. ഉപനിഷത്തിൽ ഉത്തിഷ്ഠ പ്രയോഗം ഉള്ളത് നമ്മൾ കണ്ടു. വളരെ പ്രസിദ്ധമായി ഈ പ്രയോഗം പിന്നീട് നമ്മൾ കാണുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിലെ ആഹ്വാനം അറിവും കഴിവും യുദ്ധവീര്യവും എല്ലാം ഉണ്ടായിരുന്നു അർജുനനെ സംബന്ധിച്ചിടത്തോളം. ആരാണ് പാർത്ഥൻ? സാക്ഷാൽ പശുപതിനാഥനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രം സ്വന്തമാക്കിയ പാർത്ഥൻ, പാണ്ഡവന്മാരുടെ പ്രതീക്ഷയായിരുന്ന പാർത്ഥൻ, കൗരവപ്പടയെ മുച്ചൂട് മുടിക്കുന്നതിനെ കുറിച്ച് എന്നും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന പാർത്ഥൻ,
ആയോധന വിദ്യയിൽ വിശേഷിച്ചും അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യൻ, ലോകൈക ധനുർധരൻ എന്ന് പുകൾപെറ്റ പാർത്ഥൻ. അറിവും കഴിവും കരുത്തുമുണ്ടായിട്ടും പക്ഷേ തേർത്തടത്തിൽ തകർന്ന് പതിക്കുന്നു. ദൃഷ്ട്വേമം സ്വചനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത് ത്വക്ഷൈവ പരിദഹ്യത്തെ എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങൾ ഭഗവത്ഗീത 1-ാം അധ്യായത്തിലുണ്ട്. വളരെ അഭിമാനപൂർവം കൊണ്ട് നടക്കാറുള്ള വില്ല് കയ്യിൽ നിന്ന് ഊർന്നു വീണു പോകുന്ന ദുരവസ്ഥ. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന അർജുനനോട് യുദ്ധം എന്നത് വലിയൊരു അന്യായമാണ് എന്ന് നിരീക്ഷിച്ച അർജുനനോട്, അതിന് ചില ശാസ്ത്ര പാഠങ്ങളൊക്കെ അസ്ഥാനത്ത് ഉദ്ധരിച്ച അർജുനനോട് പാർത്ഥസാരഥി ആരംഭിക്കുന്നു. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. എവിടെന്ന് വന്നു നിനക്ക് ഈ മൗഢ്യം ഹേ അർജുന? അവസരത്തിന് തുയറേണ്ട സമയത്ത് അർജുനൻ കോംപ്രമൈസ് ചെയ്യാൻ പോവുക. എന്തോ ആവട്ടെ, ഞാൻ വല്ല ഹിമാലയത്തിലൊക്കെ പോയിക്കോളാം, ഭിക്ഷാടനം നടത്തിക്കോളാം. ഭഗവാൻ പറയണു നൈതത്വയുപപദ്യതേ. ഈ ഒരു മനോഭാവം നിനക്ക് ഒരിക്കലും ചേർന്നതല്ല അർജുന. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ. ക്ഷുദ്രമായ, നിസ്സാരമായ, തുച്ഛമായ ഹൃദയ ദൗർബല്യങ്ങളെ, വൈകാരിക വേലിയേറ്റങ്ങളെ, മിഥ്യാധാരണകളെ കുടഞ്ഞു കളഞ്ഞ് സടകുടഞ്ഞെഴുന്നേൽക്കുക ഹേ അർജുന. ഉത്തിഷ്ഠ. തസ്മാത്, എന്തുകൊണ്ട്? തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ തന്നിട്ടുള്ള വിഷയം അതാണ്. തസ്മാത് ഉത്തിഷ്ഠ. തസ്മാത് അതുകൊണ്ട്. എന്തുകൊണ്ട്? ഹേ അർജുന, അർജുനെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവന്മാരുടെ പ്രതീക്ഷയാണ്. പാർത്ഥസാരഥി നിരായുധനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഏത് പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നു, ഇത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. യതോ ധർമ്മസ്തതോ ജയഃ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ജയമുണ്ടാവുക. എവിടെ ധർമ്മമുണ്ടോ അവിടെയായിരിക്കും കൃഷ്ണൻ. അങ്ങനെ ഭഗവാൻ പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്നു. അർജുനാകെ തളർന്നിരിക്കുന്നു. ഉത്തിഷ്ഠ, എഴുന്നേൽക്ക അർജുന. ഇത് വാസ്തവത്തിൽ നമ്മളോടൊക്കെയുള്ള ആഹ്വാനമാണ്. നമുക്കൊക്കെ എന്താണ് നമ്മെ സംബന്ധിക്കുന്ന ഒരു സ്വത്വബോധം? ഹിന്ദുവാണ് എന്നതിൽ അഭിമാനിക്കണം എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്ന വിഷയമാണ്. അതിലേക്കും കൂടി നമ്മൾ കടന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. സാമാന്യമായിട്ട് എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു തോന്നൽ എന്താ? ഐ ആം ഇൻസിഗ്നിഫിക്കൻറ്റ്, ഐ ആം ഹെൽപ്ലെസ്. നിസ്സാരനും നിസ്സഹായയും നിസ്സാരയും ഒക്കെയാണ് എന്ന് എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നു. അവിടെ എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ താദാത്മ്യമാണ് പ്രശ്നമാവുന്നത്. അർജുനൻ ഭഗവാനെ സഹായിക്കുന്നത് താദാത്മ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനാണ്. താദാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഞാനാണ് എന്ന ചിന്ത, ഐഡൻറ്റിഫിക്കേഷൻ. ചില ഭ്രാന്ത ചിത്തന്മാർ നിഴൽ ഞാനാണ് എന്ന് ചിന്തിക്കും. അവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വാഹനം നിഴലിൽ കയറി ഇറങ്ങുമ്പോൾ അവരാകെ നിലവിളിക്കും. കാരണം എന്താണ്? ഞാൻ നിഴലാണ് എന്ന് കരുതുന്നു.
ചിലർക്ക് വാഹനത്തോടൊക്കെ വലിയ താതാത്മ്യ ബുദ്ധി ഉണ്ടാവും. വാഹനത്തിനൊരു ചെറിയ പോറലേറ്റ് കഴിഞ്ഞാൽ അവർക്ക് തൻ്റെ തൊലി പോയി എന്ന് തോന്നും. ഇതാണ് ഐഡൻറ്റിഫിക്കേഷൻ, താതാത്മ്യ ബുദ്ധി. ഒരു ഭ്രാന്തചിത്തൻ തൻ്റെ നിഴലിനോട് താതാത്മ്യ ബുദ്ധി പുലർത്തിയ ഉദാഹരണം നമുക്ക് മനസ്സിലാവും. എത്ര വിഡ്ഢിത്തമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കും. ഞാൻ കാറാണ് എന്ന നിലയിൽ ചിന്തിക്കുന്നതിൻ്റെ വിഡ്ഢിത്തവും നമുക്ക് മനസ്സിലാവും, വകതിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നതും ഇതുപോലെ വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വകതിരിവ്, ഈ ഒരു വിവേകമാണ് അർജുനന് ഭഗവാൻ ചിട്ടയോടെ പറഞ്ഞു കൊടുക്കുന്നത്. ഹേ അർജുന, ഞാൻ മരിക്കുമെന്ന് നീ ധരിക്കരുത്. സ്വന്തം കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, ഞാൻ മരിക്കണില്ല. അർജുനൻ സ്വാഭാവികമായിട്ടും പറയും, ഭഗവാനെ അങ്ങ് മരിക്കില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങ് ദൈവമാണ്. നീയും നത്വേവാഹം ജാതുനാസം. അല്ലെങ്കിലും ഭഗവാനെ ഞാനൊരു സ്പെഷ്യലാ, എനിക്കും തോന്നായികയില്ല. അല്ലെൻ്റെ അർജുന, ഈ കാണായ ജനാധിപന്മാരും ഭീഷ്മദ്രോണാദികളും എല്ലാവരും നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ. ഇമേ ജനാധിപാഹ, ഈ ജനാധിപന്മാരും നചൈവന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഇന്നലകളിൽ ഇവരില്ലായിരുന്നു എന്ന അവസ്ഥയില്ലായിരുന്നുവേ അർജുന, ഇന്നവരെല്ലാവരും ഉണ്ട്, നാളെ ഇവരെല്ലാവരും ഉണ്ടായിരിക്കുകയും ചെയ്യും. തത്വചിന്തയുടെ പാഠങ്ങൾ ഭഗവാൻ പതുക്കെ അനാവരണം ചെയ്യുന്നിടത്ത് ആദ്യം പറഞ്ഞ കാര്യം ഇതാ. അർത്ഥം എന്താണ്? നമ്മിൽ എല്ലാവരിലും അമരണമായ ഒരു മാനമുണ്ട്. കറങ്ങുന്ന ഫാനിൻ്റെ പിറകിൽ വൈദ്യുതിയുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയുന്നത് പോലെ ലളിതമായിട്ട് ആലോചിച്ച് തുടങ്ങാം. അമരണമായ മാനം. ശരീരത്തിന് മരണം അനിവാര്യമാണ്. ജാതമായത് നശ്യേ തീരും. ശരീരം ജനിച്ചതാണ്, ഗർഭപാത്രത്തിൽ നിന്ന് സംഭവിച്ചതാണ്. ശരീരത്തെക്കുറിച്ച് അന്നമയ കോശം എന്ന് പ്രയോഗമുണ്ട്. അന്നരസേന ഏവ ഭൂത്വ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നരൂപ പൃഥിവ്യാ യദ്വിലീയത്തെ തദന്നമയ കോശ. ഇത് അന്നരസത്തിൽ നിന്ന് ഉണ്ടായതാണ്. അച്ഛനും അമ്മയും കഴിച്ച അന്നരസത്തിൽ നിന്നാണ് ബീജോ അണ്ടോ ഒക്കെ ഉണ്ടായത്. പിന്നീട് അന്നം കഴിച്ചിട്ടാണ് ഇത് വൃദ്ധിയെ പ്രാപിച്ചത്, ഇപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റേതെന്ന് കരുതുന്ന ഈ ശരീരം അന്നമാണ്. ഇതൊടുവിൽ എന്ത് സംഭവിക്കുന്നു? അന്നരൂപ പൃഥിവ്യാം വിലീയതേ. തിരിച്ച് ഭൂമിയിലേക്ക് വിലയിച്ചു പോവും, വിഘടിച്ചു പോവും. ഇതാണോ ഞാൻ എന്നാണ് ചോദ്യം. ഈ ധാരണയെ ഭഗവാൻ തിരുത്തുന്നു. മരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എൻ അനദർ സ്റ്റേറ്റ്. അത് മറ്റൊരു അവസ്ഥാന്തരം മാത്രമാണ്. ഏതുപോലെ? ബാല്യമുള്ളതുപോലെ, കൗമാരമുള്ളതുപോലെ, വാർദ്ധക്യമുള്ളതുപോലെ മറ്റൊരവസ്ഥ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ധീരന്മാർ ദേഹാന്തരപ്രാപ്തിയെക്കുറിച്ച് മോഹിക്കുന്നില്ല, ദുഃഖിക്കുന്നുമില്ല. ശരീരത്തിന് പല പരിണാമങ്ങൾ ഉണ്ടാവുന്നത് പോലെ ഒരു ഘട്ടം വരുമ്പോൾ ആ ശരീരം അങ്ങോട്ട് വിഘടിച്ചു പോകുന്നു. ദാറ്റ്സ് ഓൾ. പക്ഷെ ആ ഒരു പരിണതി, ആ ഒരു പ്രയാണം അത് എന്നെ ബാധിക്കുന്നതല്ല. ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നത്, മനസ്സിനെ ബാധിക്കുന്നത്, ബുദ്ധിയെ ബാധിക്കുന്നത്, ശരീരത്തെ ബാധിക്കുന്നത്, പ്രാണങ്ങളെ ബാധിക്കുന്നത്. പക്ഷേ
എന്നെ ബാധിക്കുന്നില്ല. ഞാൻ അമരണമായി, അനശ്വരമായി, അക്ഷരമായി പരിലസിക്കുന്ന തത്വമാണ്. ഈ ഒരു അവബോധം നേടിയെടുക്കാൻ വേണ്ടി തസ്മാത്ത് ഉത്തിഷ്ഠ. കാരണം ഈ ശരീരമാണ് ഞാനെന്ന് വന്നാൽ, ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, പ്രാണനാണ്, ബുദ്ധിയാണ് ഞാനെന്ന് വന്നാൽ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ, അതാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുക. ഈ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം പോണമോ? ഇതൊന്നും ഞാനല്ല എന്ന് തിരിച്ചറിയൽ മാത്രമാണ് ഉപായം. തരതി ശോകം ആത്മവിത്ത്. ആത്മതത്വത്തെ അറിയുന്ന ആൾ ശോകത്തെ തരണം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാപ്യ വരാൻ നിബോധത. ശ്രേഷ്ഠന്മാരെ സമീപിച്ച് സത്സംഗങ്ങളിലൂടെ ആത്മമഹത്വം അറിഞ്ഞോളണം. ഇതാണ് ആഹ്വാനം. അപ്പം എനിക്ക് എന്നെക്കുറിച്ചുള്ള 100,000 സങ്കല്പങ്ങൾ, വിലയിരുത്തലുകൾ, മനഃശാസ്ത്രം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രയോഗിക്കുന്നത് സെൽഫ് ഇമേജ്, അങ്ങനെ ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്ത്? അതിപ്പോൾ വളരെ വികലമാണ്. ഒരുപക്ഷെ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, നീ ഒന്നിനും കൊള്ളില്ല, നീ എവിടെ പോയാലും നന്നാവില്ല. അധ്യാപകന്മാർ ഈ വിഷയത്തിലേക്ക് ചിലപ്പോൾ സംഭാവന ചെയ്തിട്ടുണ്ടാവും, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും ശരി, എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെട്ടതിൻ്റെ പിറകിൽ കാര്യങ്ങൾ പലതുമുണ്ട്. അങ്ങനെ പലരും ചെയ്ത സംഭാവനകൾക്കനുസരിച്ച്, വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ, പലരും നൽകിയിട്ടുള്ള സൂചനകൾക്കനുസരിച്ച് ഞാൻ എന്നെ തെറ്റായി ധരിച്ചു പോയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പറയട്ടെ, തസ്മാത് ഉത്തിഷ്ഠ. ആ വിധത്തിലുള്ള മിഥ്യാധാരണകളെയൊക്കെ കുടഞ്ഞ് കളഞ്ഞ് എഴുന്നേൽക്കൂ. അമൃതസ്യ പുത്രാഹ ശൃണ്വന്തു. വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ആഹ്വാനമാണ്. നിങ്ങൾ അമൃതത്തിൻ്റെ അരുമക്കിടാങ്ങളാണ്. ദയവേത് നിങ്ങൾ നിങ്ങളെ ചെറുതായി കാണരുതേ. അതിലേക്ക് നമുക്ക് ഉണരാൻ സാധിക്കണം. ഉണർവിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ ഗംഭീരമായ ഒരു ആഹ്വാനമുണ്ട്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണമറിവായി. പരിമിതികളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, ഭയങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക് ഉണരരുത്. പിന്നെ എന്താ ഒരു ആൾട്ടർനേറ്റീവ് ഉള്ളത്? ഉറങ്ങിടാതിരുന്നീടണമറിവായി. ആത്മാവിനെ സംബന്ധിക്കുന്ന അവബോധം കൊണ്ട് പരിമിതികളിലേക്കും സങ്കടങ്ങളിലേക്കും ഭയങ്ങളിലേക്കും ഉണരാതിരിക്കൂ. അറിവിൽ ഉണർന്നിരിക്കൂ. ഇതിനിന്നയോഗ്യനെന്നാൽ, ഇതിന് പ്രയാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോണ്ട് വറി എന്ന് പറയുക. നാരായണ ഗുരുദേവൻ പറയാണ്, ഇതിൽ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവതത്വത്തെ, ഓംകാര തത്വത്തിൻ്റെ ആഴവും വ്യാപ്തിയും അറിഞ്ഞിട്ടുള്ള ആചാര്യന്മാരെ സേവിക്കുക, ശുശ്രൂഷിക്കുക, ശ്രവിക്കുക. അതിൽ ജാഗ്രത ഉണ്ടായാൽ മതി. തസ്മാത് ഉത്തിഷ്ഠ. ഭഗവത്ഗീതയിൽ തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃത നിശ്ചയഃ എന്നൊരു പ്രയോഗമുണ്ട്. അത് അർജുനന്റെ ഒരു സ്വധർമ്മത്തെ സംബന്ധിച്ച്, അർജുനന് സംഗതമായി വന്നിട്ടുള്ള കർമ്മത്തെ സംബന്ധിച്ച്, വാട്ട് അർജുന എക്സ്പെക്റ്റഡ് ടു ഡു,
എന്ത് ചെയ്യാൻ നിയുക്തനാണ്, നിർബന്ധിതനാണ് അർജുനൻ? ആ വിഷയത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നിന്റെ ഡ്യൂട്ടി, നിന്റെ ദൗത്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എഴുന്നേൽക്ക്. ഇത് നമ്മളോടുള്ള ആഹ്വാനമാണ്. അവിടെ യുദ്ധം എന്ന് പറയുന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം കൗരവ പടയ്ക്ക് നേരെയുള്ള ഒരു ആയോധനമാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 100,000 മിഥ്യാധാരണകളോടുള്ള, സങ്കല്പങ്ങളോടുള്ള, രാഗദ്വേഷങ്ങളോടൊക്കെയുള്ള യുദ്ധമാണ്. ആഘോഷമാക്കാവുന്ന, ആനന്ദനിർഭരമാക്കാവുന്ന ജീവിതത്തെ കലുഷിതമാക്കുന്ന, മലീമസമാക്കുന്ന, ദുഃഖസങ്കീർണമാക്കുന്ന, ഭയ സംഭ്രമങ്ങൾ നിറഞ്ഞതാക്കുന്ന എല്ലാ പ്രവണതകൾക്കും എതിരെയുള്ള പോരാട്ടത്തിനുള്ള ആഹ്വാനമാണ്. തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഈ വിഷയത്തിൽ എന്താണ് പ്രമാണം? ഈ വിഷയത്തിൽ മാർഗദർശനം നമ്മൾ എവിടെ നിന്ന് സ്വീകരിക്കണം? കപ്പലുകൾക്ക് പഴയകാലത്ത് വിശേഷിച്ചും ദിശാബോധം നൽകുന്നത് വടക്ക് നോക്കി യന്ത്രങ്ങളാണെന്ന് പറയും. പൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജി പറയുന്നു, മനുഷ്യൻ എന്ന വളരെ സങ്കീർണമായ യന്ത്ര സംവിധാനത്തോട് മനുഷ്യനെ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ, ഏത് യന്ത്ര സംവിധാനത്തിനായാലും ശരി, മെഷീനറി സിസ്റ്റം ആയാലും ശരി, അതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു നിർദ്ദേശ പത്രിക ഉണ്ടാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ. ഭഗവത്ഗീത 16-ാം അധ്യായത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നു, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. ഹേ അർജുന, അതുകൊണ്ട് നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. എന്തിന്? കാര്യാകാര്യ വ്യവസ്ഥിതവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്ത് സ്വീകാര്യം, എന്ത് ഗർഹണീയം, എന്ത് സ്വീകരിക്കണം, എന്ത് ഉപേക്ഷിക്കണം, ഈ വിഷയത്തിലൊക്കെ നിനക്ക് ശാസ്ത്രം പ്രമാണമാവട്ടെ. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് 1000 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള, കാലത്തിൻ്റെ ബഹുമുഖങ്ങളായ പരീക്ഷകളെ സധൈര്യം നേരിട്ട് വിജയിച്ചിട്ടുള്ള ടൈം ടെസ്റ്റഡ് നോളജ്, അതാണ് ശാസ്ത്രം. ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്ന ശാസ്ത്രം, ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കുന്ന ശാസ്ത്രം, ആ ശാസ്ത്രം പ്രമാണമാവട്ടെ. അതെവിടെ നിന്നറിയും? വരാൻ പ്രാപ്യ നിബോധത, ആചാര്യന്മാരിൽ നിന്നത് ഗ്രഹിക്കണം. ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ള മനുഷ്യ ജന്മത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണ്. കാരണം മനുഷ്യന് കേവലം ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, സുരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കുക, പ്രത്യുത്പാദനം നിർവഹിക്കുക എന്നതിനപ്പുറത്ത് ലക്ഷ്യമുണ്ട്. ഉണരണമെന്നിയുറങ്ങണം, ഭുജിച്ചീടണം, അശനം പുണരേണം എന്നിവണ്ണം. ഉണരണം, ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, പ്രത്യുത്പാദനം നിർവഹിക്കണം എന്നിങ്ങനെയൊക്കെ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വിശേഷിച്ച് ഉദാത്തമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. ആരുണരുവതുള്ളൊരു നിർവികാരരൂപം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുക ആത്മോപദേശത്തിൽ. ആരാണ് ആ പരമതത്വത്തിലേക്കൊക്കെ ഉണരാൻ പോണത്? നമ്മുടെ ജീവിതം അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല, അവഗണിക്കാനുള്ളതല്ല. അവിടെ നമുക്ക് ഉണരാൻ സാധിക്കട്ടെ. ആചാര്യന്മാരിൽ നിന്ന് ഗ്രഹിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. തസ്മാത് ഉത്തിഷ്ഠ. അക്കമിട്ട് പറയാൻ ദൗർഭാഗ്യങ്ങളുടെ പരമ്പര തന്നെ ഈ കാലത്തുണ്ട്. കുടുംബ ശൈഥില്യം,
യുവജനത ആത്മനിഷേധത്തിൻ്റെ വൈകാരിക വിക്ഷോഭങ്ങൾക്ക് അടിമകളായി ലഹരി പദാർത്ഥങ്ങളിൽ ആശ്രയത്വം തേടുന്ന ദുരവസ്ഥ. വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു കിടക്കുന്നു. കുട്ടികളുടെ തലയിൽ കൈവച്ച് നന്നായി വരുമെന്ന് അനുഗ്രഹിക്കേണ്ടുന്ന അച്ഛനമ്മമാർ സ്വന്തം തലയിൽ നിന്ന് കൈയെടുക്കാൻ നേരമില്ല, തോറ്റു ഞാൻ എന്നാണ് അവർ സ്വന്തം തലയിൽ കൈവച്ച് പറയുന്നത്. അധ്യാപകരുടെ സ്ഥിതിയും മറിച്ചല്ല. ഇങ്ങനെ ദൗർഭാഗ്യങ്ങളുടെ പട്ടിക ഏറെ നിരത്താനുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ പരിഹാരം നിശ്ചയമായിട്ടും ശാസ്ത്രഗ്രന്ഥങ്ങളിലുണ്ട്. കാലം എത്ര പുരോഗമിച്ചു കൊള്ളട്ടെ, പ്രശ്നങ്ങൾ എത്രമാത്രം സങ്കീർണമായിക്കൊള്ളട്ടെ, പരിഹാരം സുവ്യക്തമാണ് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ. ദയവേത് അതിലേക്ക് എഴുന്നേൽക്കൂ. ഉത്തിഷ്ഠത തസ്മാത്. പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെവിടെയാ ഒരു അവസാനം? അതനന്തമായി നീളും. നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കാം. പരിഹാര പക്ഷത്തേക്ക് ചുവടുമാറ്റം നടത്താൻ നമുക്ക് സാധിക്കട്ടെ. തസ്മാത് ഉത്തിഷ്ഠ. സമാജത്തിൻ്റെ സ്ഥിതി എന്താ? വ്യക്തിജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളും ഭയങ്ങളും ആശങ്കകളുമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ കാര്യവും ദുരന്തങ്ങളുടെ പട്ടിക എണ്ണി പറയാനുണ്ട്. സമാജ ജീവിതം വാർത്തകളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ധാരാളമുള്ളത് സ്വാമി ഇവിടെ ആവർത്തിച്ചക്കമിട്ട് എണ്ണി പറയുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ തരത്തിലും തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. തസ്മാത് ഉത്തിഷ്ഠ. ആകെ പ്രശ്നമെന്ന് പറഞ്ഞിരിക്കാതെ എഴുന്നേൽക്കൂ. ശാസ്ത്രം പഠിക്കാൻ തയ്യാറാവും. ഹിന്ദു സമാജം നേരിടുന്ന, ഹിന്ദു മതം നേരിടുന്ന, സനാതനധർമ്മ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ പരിഹാരം? ആത്മാവബോധത്തിൻ്റെ കരുത്ത് നേടിക്കൊണ്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ മുതിർന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. സംശയമൊന്നുമില്ല. അങ്ങനെയുള്ളവരാണ് നാട് നയിക്കുന്നതെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇപ്പൊ സനാതനധർമ്മ വിശ്വാസികളുടെ ദൗർഭാഗ്യങ്ങൾ പരിഹരിക്കാനായാലും ശരി, സാമാജികമായ 100,000 പ്രശ്നങ്ങൾ പരിഹരിക്കാനായാലും ശരി, വ്യക്തിപരമായിട്ടുള്ള അന്തസംഘർഷങ്ങളെ, സ്പർദ്ധകളെ അതിക്രമിക്കാനായാലും ശരി, എഴുന്നേൽക്കൂ, ശാസ്ത്രം പഠിക്കാൻ തയ്യാറാവൂ. ഇതാണ് ആദേശം. കാരണം ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം അവനവനെ സംബന്ധിക്കുന്ന മിഥ്യാധാരണകളാകുന്നു, ആത്മവിശ്വാസക്കുറവാകുന്നു. ലഹരി ഉപഭോഗത്തെക്കുറിച്ച് യുവജനങ്ങളുടെ ഇടയിൽ പെരുകി വരുന്ന ലഹരിയോടുള്ള ആവേശത്തെക്കുറിച്ച് നമ്മൾ ആകെ വ്യാകുലപ്പെടുകയാണ്. പക്ഷെ അതിൻ്റെ പിറകിലെ കാരണം അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിടത്തോളം സ്വാമിക്ക് ബോധ്യമായിട്ടുള്ളത്, യുവജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് പൊതുവെ അവർ ഒരു റിയലൈസേഷൻ, അവരുടെ ഒരു തിരിച്ചറിവ് അവർ പങ്കുവെക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഐ ഹേറ്റ് മൈസെൽഫ്. ഞാൻ എന്നെ വെറുക്കുന്നു. ഐ ജസ്റ്റ് വാണ്ട് ടു ഡിസ്ട്രോയ്. എനിക്ക് എന്നെ നശിപ്പിക്കണം. അച്ഛനോടും അമ്മയോടുമുള്ള വിരോധത്തിൻ്റെ കാരണം വാസ്തവത്തിൽ അവർക്ക് അവരോട് തന്നെ വിരോധമുണ്ട് എന്നുള്ളതാണ്. ആത്മമഹത്വത്തെക്കുറിച്ച്
അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞാൽ അവരവരോട് ഇണങ്ങി നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരിലെ സാധ്യതകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ഉത്സാഹമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. അവരവരിൽ വിശ്വാസമില്ല, അവരവരെക്കുറിച്ച് ബഹുമാനമില്ല, അവരവരോട് സ്നേഹമില്ലെന്ന് വരുമ്പോൾ എല്ലാവരോടും പോരടിക്കാൻ അവർക്ക് തോന്നുന്നു. ലഹരി ഉപഭോഗങ്ങളിൽ മയങ്ങി രക്ഷപ്പെടാൻ അവർ താല്പര്യപ്പെടുന്നു. ഇതാണ് പ്രശ്നം. എന്താ പരിഹാരം? ആധ്യാത്മികത അല്ലാതെ വേറെ എന്ത് പരിഹാരം? ആര് സാഗരം താണ്ടിച്ചെന്ന് ലങ്കയിൽ സീതാദേവി ജാനകി ദേവി ഉണ്ട് എന്ന് വിവരമറിഞ്ഞു വരും. അംഗദൻ അന്വേഷിക്കുകയാണ്. സന്നിഹിതരായ മുഴുവൻ വാനരന്മാരോടും ചോദിക്കുന്നു, ആര് ചാടും? ഒരൊറ്റ വാനരന് ഉത്തരം പറയുന്നില്ല. ഒടുവിൽ അംഗദൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാധ്യതയെക്കുറിച്ച് പറയൂ. അറ്റ്ലീസ്റ്റ് ഓരോരുത്തരും എനിക്ക് എത്ര ദൂരം ചാടാൻ സാധിക്കുമെന്ന് പറയൂ. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി, എനിക്ക് 10 യോജന ചാടാൻ സാധിക്കും, വേറൊരാൾക്ക് 20 യോജന, വേറൊരാൾക്ക് 30 യോജന. വാൽമീകി രാമായണത്തിൽ 10ന്റെ ഗുണിതമായിട്ടാണ് ഓരോരുത്തരും അവരുടെ കഴിവുകൾ പറഞ്ഞത് സൂചിപ്പിച്ചിട്ടുള്ളത്. അംഗദൻ പറയുന്നു, എനിക്ക് 100 യോജന ചാടാൻ സാധിക്കും, പക്ഷേ ഇത്തിരി തമാശ കലർത്തി പറഞ്ഞാൽ അത് ഒടുക്കത്തെ ചാട്ടായി പോകും. കാരണം അങ്ങോട്ട് ചാടാനല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു ചാടാൻ എനിക്ക് പറ്റില്ല. ആ സമയത്ത് ജാംബവാന്റെ ഇടപെടൽ വളരെ ഗംഭീരമാണ്. ജാംബവാൻ പറയണു, അംഗദന് 100 യോജന അങ്ങടും ഇങ്ങടും ഒക്കെ അനായാസം ചാടാൻ സാധിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം നീ ഞങ്ങളുടെ നേതാവാണ്, നിന്നെ അയക്കാൻ പറ്റില്ല. വൃക്ഷത്തിൻ്റെ വേര് ഇല്ലാത്തൊരവസ്ഥയാവും. വൃക്ഷത്തിന് വേരില്ലെങ്കിൽ പിന്നെ എന്താ ഒരു അവസ്ഥ? ഇതൊരവസ്ഥ. ഇതുപോലെയാണ് ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലീഡർ നഷ്ടപ്പെടുക എന്നുള്ളത്. പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംവാദമാണത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ സ്വാമി പോകുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. ജാംബവാൻ പറഞ്ഞു, വാമനമൂർത്തി ത്രിഭുവനങ്ങളെയും അളക്കുന്ന സമയത്ത് ഒപ്പം പോയി ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവനാണ് ഞാൻ. എനിക്ക് 100 യോജനയൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അക്കാലത്ത്, പക്ഷേ ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് സാധിക്കില്ല. പിന്നെയാണ് ജാംബവാൻ ആലോചിച്ചത്, അല്ല ഹനുമാൻ മാരുതി ഒന്നും പറഞ്ഞില്ലല്ലോ. മാരുതിയുടെ അടുത്ത് എന്ന സമയത്ത് കൂനിക്കൂടി ഇരിക്കുകയാണ്, ഒരക്ഷരം പറയുന്നില്ല. അപ്പോഴാണ് ജാംബവാൻ, ഹേ മാരുതേ, ഹേ ഹനുമാൻ, ഭവാൻ വളരെ ചെറുപ്പത്തിൽ ഉദയസൂര്യനെ കണ്ട് പഴമാണെന്ന് കരുതി ഭുജിക്കാൻ വേണ്ടി ചാടിയവനാണ് എന്നിങ്ങനെ ഹനുമാന്റെ പ്രൊഫൈൽ അതങ്ങട് അക്കമിട്ട് പറഞ്ഞത്. ഓരോ വാക്ക് കേൾക്കുമ്പോഴും ഹനുമാൻ ഇങ്ങനെ ജൃംഭിതനായി ആത്മാവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മവിശ്വാസം ആർജിച്ചുകൊണ്ട് ഉയർന്നു വന്നു എന്നാണ്. തുടർന്ന് ഈ മാരുതി മഹേന്ദ്രഗിരിയുടെ മുകളിൽ ചെന്ന് ജാനകിയെ കണ്ടറിഞ്ഞ് തിരിച്ചു വന്ന് പറയുക എന്ന ദൗത്യവുമായി ചാടിയത് ചരിത്രം. തേർത്തടത്തിൽ തളർന്നിരുന്നു പോയ അർജുനന്റെ അവസ്ഥ, സ്വന്തം ശേഷികളെ കുറിച്ച് അറിയാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്ന മാരുതിയുടെ അവസ്ഥ, ഇതൊക്കെ ഇന്ന് വ്യക്തികളെ ബാധിച്ചിരിക്കുന്നു, കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്നു, സമാജത്തെ ബാധിച്ചിരിക്കുന്നു, യുവജനതയെ ബാധിച്ചിരിക്കുന്നു. ഇവിടെ നിർവഹിക്കപ്പെടേണ്ട ഒരു ജാംബവ ധർമ്മം. ജാംബവാൻ ചെന്ന് പറഞ്ഞു, നീ നിസ്സാരനല്ല, നിസ്സഹായനല്ല.
നിന്നിൽ അനന്തമായ സർഗശേഷിയുണ്ട്, സടകുടഞ്ഞെഴുന്നേൽക്കൂ. പാർത്ഥസാരഥി പറഞ്ഞു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ തസ്മാദുത്തിഷ്ഠ. അതിന് നമുക്ക് സാധിക്കുമാറാവട്ടെ. പ്രശ്നങ്ങൾ എത്ര ഒരു വശത്തുണ്ടെങ്കിലും ശരി, അത് വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമാജികമാകട്ടെ, രാഷ്ട്രപരമാകട്ടെ, ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ പ്രതീക്ഷയാണ് ഭാരതം. കാരണം ഇവിടെ ഉരുത്തിരിഞ്ഞിടത്തോളം സർവസമാശ്ലേഷിയായ എല്ലാ ദർശനങ്ങളെയും എല്ലാ വഴിത്താരകളെയും ഉദാരമായി ആശ്ലേഷിക്കാൻ, എംബ്രേസ് ചെയ്യാൻ, ആലിംഗനം ചെയ്യാൻ വേറൊരു ദർശനത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മഹത്തായ ഒരു ദർശനത്തിന് വേണ്ടി, അതിൻ്റെ ജീവിതത്തിന് വേണ്ടി ഭാരതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തസ്മാത് ഉത്തിഷ്ഠ, സ്വാത്മ അവബോധം നേടിയെടുത്ത് ശാസ്ത്ര ആദേശങ്ങൾ ചിട്ടയോടെ പഠിച്ച് നമ്മിൽ നിഹിതമായിട്ടുള്ള കഴിവുകളെ മുഴുവൻ ആവിഷ്കരിക്കുന്ന, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവസരങ്ങളായി കണ്ട് അവസരത്തിനൊത്ത് ഉയരുന്ന ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് കാനനങ്ങളിലേക്കും ഗുഹകളിലേക്കും ആശ്രമങ്ങളിലേക്കും പിൻവാങ്ങി നിൽക്കാൻ നിർദ്ദേശിക്കുന്ന ഒന്നേ അല്ല. അത്തരമൊരു തെറ്റിദ്ധാരണയുള്ള അർജുനനെ തിരുത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്നു, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. 3 ലോകത്തിലും ഹേ അർജുന, എനിക്ക് നേടേണ്ടതായിട്ട് യാതൊന്നുമില്ല, എനിക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല. പക്ഷേ എന്നിട്ടും ബട്ട് സ്റ്റിൽ ഐ ആം വെരി ആക്റ്റീവ് ഇൻ ദി ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ്. കർമ്മമേഖലയിൽ ഞാൻ സജീവമാണ് അർജുന. ആത്മാവബോധം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആരാധ്യനായ ആചാര്യൻ പറയും, നിരന്തരം ആവിഷ്കാരത്തിനുള്ള. ഈ ആത്മാനന്ദം നുകരുമ്പോൾ അത് വ്യാപകമായിട്ട് പങ്കുവെക്കാൻ, ഷെയർ ചെയ്യാൻ നമ്മിലെ കർമ്മങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. ഭഗവാൻ അതാണ് ചെയ്തത്. ഭഗവാനൊന്നും നേടാനും നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ കർമ്മരംഗത്ത് സജീവമായി നിൽക്കുന്നു. തസ്മാത് ഉത്തിഷ്ഠ, ആത്മാവിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയാനും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ അവസരങ്ങളായി തിരിച്ചറിഞ്ഞ് സർഗശേഷികളെ സമഗ്രമായി ആവിഷ്കരിക്കുന്ന ചടുലമായ ഊർജ്ജസ്വലമായ ഒരു ജീവിതത്തിലേക്ക് ഉത്തിഷ്ഠത. തസ്മാത് ഉത്തിഷ്ഠ, അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റാലും. ഈ ഒരു പാഠം ഓരോരുത്തരും സ്വയം സ്വീകരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇക്കാര്യം മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി ആവർത്തിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ച 111ാമത് ചെറുകോൽപ്പുഴ ഹിന്ദു മത മഹാസമ്മേളന പരിഷത്തിന് ഇതിന് ക്ഷണിച്ച സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും, ഈ ഒരു ദൗത്യം നിങ്ങളെല്ലാവരും ഊർജ്ജസ്വലം നിർവഹിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും, ഇങ്ങനെയൊരു മഹാസമ്മേളനം ഹിന്ദുമത പരിഷത്ത് വിഭാവനം ചെയ്ത സമാരാധ്യരായ ഗുരുശ്രേഷ്ഠന്മാർക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും, നിങ്ങളുടെ എല്ലാവരുടെയും ശരീര ഇന്ദ്രിയ മനോബുദ്ധികൾക്കപ്പുറത്ത് പരിലസിക്കുന്ന പരമേശ്വര മഹത്വത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും വിരമിക്കുന്നു.